Praise the Lord. Very good morning to you all. May God bless everyone with a wonderful, supernatural, glorious Monday. We are entering into a new week. Hallelujah. I bless everyone. A wonderful, supernatural Monday and a wonderful week. Hallelujah. ദൈവമക്കളെ, കർത്താവിനെ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? 2026 നമ്മൾ പറഞ്ഞ പ്രോപ്പസീസിൽ ഒരു പ്രോപ്പസി അതാണ്. God is going to honor, hallelujah, this year with great, എന്താ പറയുക, കർത്താവിൻ്റെ വലിയ ബ്ലെസ്സിങ്സ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026. Maybe till this day you might be saying, oh, I've been rejected by everyone in all areas of my life. But believe in Jesus. Believe in Yeshua. God will never allow you to be rejected. God will not put you in shame. Hallelujah. ദൈവം നമ്മളെ ഒരിക്കലും ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ ഈ ദിവസങ്ങളിൽ യു ആർ ഗോയിങ് ടു ബി ഓണേർഡ്. ഹല്ലേലൂയ. നിങ്ങളത് എൻ്റെ മുന്നിൽ ടെസ്റ്റിഫൈ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ഐ എം വെരി ഷുവർ അബൌട്ട് ദിസ്. ഹല്ലേലൂയ. കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ പല നിന്ദയിലൂടെ അപമാനങ്ങളിലൂടെയും കടന്നു പോയ ദൈവ മക്കൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അവർക്ക് കർത്താവ് ഈ വർഷം വലിയ അനുഗ്രഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പഴയതുപോലെ ദൈവത്തിൽ ആഴമായി ആശ്രയിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. ആശ്രയിക്കുക. ദൈവത്തിൻ്റെ മുഖത്തേക്ക്, കർത്താവിൻ്റെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കി ഈ വർഷത്തെ യാത്ര ആരംഭിക്കുക. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ ഒരു പാട്ട് പാടി സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. യേശുവൻ പക്ഷമായി തീർന്ന നീന എന്തോരാനന്ദമീ പൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്ന ദീന എന്തോരാനന്ദമീ പൂവിൽ വാസം. എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന, ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. യേശുവൻ പക്ഷമായി തീർന്നതീന എന്തോരാനന്ദമീ പൂവിൽ വാസം. എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന, വേഗം വരാമെന്നു രക്ഷനാഥ നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. പ്രാണപ്രിയ കണ്ടിടുവാൻ യേശുവൻ പക്ഷമായി തീർന്നതീന. ഏന്തോ
Hallelujah. Praise the Lord Jesus. യേശു എൻ്റെ പക്ഷമാണെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് ഫോർ us, ഹൂ ഈസ് അഗൈൻസ്റ്റ് us, അല്ലേ? ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നമ്മുടെ പക്ഷമായി തീർന്ന ആ നിമിഷം മുതൽ ആ ദൈവിക സന്തോഷം, ഗോഡ്സ് ജോയ് ഹാസ് ഫിൽഡ് us, അല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ഓ, എത്ര കൊടുങ്കാറ്റടിച്ചു, എത്ര തിരമാലകൾ ആഞ്ഞ് നമ്മുടെ ഒക്കെ ജീവിതത്തിനെതിരായി ആഞ്ഞടിച്ചു. അവിടെ എല്ലാം ആ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയത് ദൈവമാണ്. സ്വർഗത്തിലെ കർത്താവാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഹല്ലേലൂയ. ഉഡാല ഷാഖാല ബറീതികോ റസ്യ. എത്രയോ പേർ നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ നമ്മളെ നോക്കി കളിയാക്കിയവരുണ്ട്, നമ്മളെ താഴ്ത്തിയവരുണ്ട്, നമ്മളെ റിജക്റ്റ് ചെയ്തവരുണ്ട്, നമ്മളെ ഒറ്റപ്പെടുത്തിയവരുണ്ട്. അവരുടെ എല്ലാ നടുവിൽ കർത്താവ് നമ്മളെ മാനിച്ചില്ലേ? ഹല്ലേലൂയ. ഓ, സ്വർഗീയ കർത്താവ്, ജീവനുള്ള ദൈവത്തെയാണ് അവൻ സേവിക്കുന്നത്, അവൾ സേവിക്കുന്നതെന്ന് നമ്മളിലൂടെ സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ചുറ്റുമുള്ള ചാർച്ചക്കാരോട്, നമ്മുടെ ഭവനക്കാരോട്, നമ്മുടെ ദേശക്കാരോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ഈ ലോകം തരുന്ന ഹല്ലേലൂയ ഒരു ഓണറിങ്ങും ഇറ്റ് വോണ്ട് ലാസ്റ്റ് ദൈവമക്കളെ. ലോകം ഒരു വ്യക്തിയെ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ ഉയർത്തും, ചില നിമിഷങ്ങൾ കൊണ്ട് താഴ്ത്തുകയും ചെയ്യും. ഹല്ലേലൂയ. സോ never ever trust a human word. Rikalabra siko rasikaraba. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലൂടെ സ്വർഗത്തിലെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുവാണ്. Romans 10:11 says, anyone who believes in him will never be put to shame. Hallelujah. അതിൻ്റെ മലയാളം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. താരാബ ഷാഖാരാബ. ക്രിസ്തുവിന് വേണ്ടി ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി നമ്മളൊരു നിന്ദയോ അപമാനമോ സഹിച്ചിട്ടുണ്ടെങ്കിൽ you will be honored, you will be rewarded. halaba shandara rika labasandarabe udaragadigasya riko rabasandaraba. ഈ ഭൂമിയിൽ വെച്ചും കർത്താവ് നമ്മളെ ഓണർ ചെയ്യും, സ്വർഗത്തിൽ വെച്ചും ദൈവം നമ്മളെ ഓണർ ചെയ്യും. പക്ഷേ നമ്മൾ ഒരിക്കലും മനുഷ്യൻ്റെ മുഖത്തുനിന്ന് ഹല്ലേലൂയ ഒരു സർട്ടിഫിക്കറ്റോ ഒരു നല്ല വാക്കോ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കരുതേ മക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ഒരു പക്ഷേ ശരിയായിരിക്കും, നമ്മൾ വിശ്വാസി വന്നിട്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, അവരൊക്കെ വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത വിലയുടെ ഒരംശം പോലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരൊക്കെ പട്ടിണി കിടന്നു, അവരുടെ എല്ലാ അവർക്ക് ലഭിച്ചിരുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ എറിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ പോയത്, അല്ലേ? പക്ഷേ ഏത് മരുഭൂമിയുടെ സിറ്റുവേഷനാണ് ഈ പ്രഭാതി പരിശുദ്ധാത്മാ പറയുക, നിങ്ങൾ ഏത് മരുഭൂമിയുടെ സിറ്റുവേഷൻ ആണെങ്കിലും God can turn that situation upside down within second. Hallelujah. Oh rikarabra siko rasikalaba. He can turn all your shame, നമ്മുടെ എല്ലാ നിന്നെയും hallelujah അത് ഓണറാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ കർത്താവിന് കഴിയും. hallelujah. ഒരു പക്ഷേ നമ്മൾ പോലും ട്രസ്റ്റ് ചെയ്ത്, നമ്മൾ പോലും നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ നമ്മളോട് കൂടെ നിന്ന് ശുശ്രൂഷയ്ക്കാണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളോട് കൂടെ നിൽക്കും എന്ന് പറയുന്ന ആൾക്കാർ പോലും they will try to harm us at ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കെതിരെ മുറിവേൽപ്പിക്കുകയോ, they will try to harm us, they will intend to do harm for us. Hallelujah. പക്ഷേ ദൈവമക്കളെ, റോമാലയത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്താൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിന് മുന്നേ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വിശ്വാസി വന്ന സമയത്ത് ഹല്ലേലൂയ ഓ റീകോ റാസി ഖാലാലബ ശാന്തലബ, കർത്താവെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് കർത്താവിൻ്റെ വിളിയുണ്ടോ
എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ ഓരോ രാത്രി മുഴുവൻ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു പ്രോമിസാണ്, ഒരു കർത്താവിൽ നിന്ന് കേട്ട ഒരു ശബ്ദമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന സകലവും. ദൈവമക്കളെ, നമ്മളിപ്പോൾ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണോ? നമ്മളൊരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? നമ്മളൊരു നിന്ദയിലൂടെ അപമാനത്തിലൂടെ കടന്നു പോവുകയാണോ? God is going to turn everything into good. എത്ര പേർ ഈ പ്രഭാതത്തിൽ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. സോ ഇന്നത്തെ പ്രോമിസ് ഇതാണ്, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളും they will never be put to shame. Hallelujah. ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. Hallelujah. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഫ്രം മൈ ക്രിസ്ത്യൻ ലൈഫ്, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ദൈവ പൈതലായി തീർന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് ഇറ്റ് വിൽ ബി ഗ്ലോറിയസ്. ഇറ്റ് വിൽ ബി ഗ്ലോറിയസ്. 100% ഇറ്റ് ബി ഗ്ലോറിയസ്. നമ്മൾ അതിൽ നീതിമാനാണെങ്കിൽ ആ വിഷയത്തിൽ, if we are righteous, hallelujah, that problem will end with glorious. It will, ആ കർത്താവ് വിഷയത്തെ it will turn into a great testimony. Hallelujah. So whoever relies, ഈ വർഷത്തെ പ്രോഫസീസിൽ ഒരു കാര്യം, നമുക്ക് ആ ബ്ലെസ്സിങ്സ് പ്രാപിക്കാനുള്ള കീ വേർഡ് എന്ന് പറയുന്നത്, യു ഹാവ് ടു റിലൈ ഓൺ ദ ലോർഡ്. കർത്താവിൽ നമ്മൾ 100% ആശ്രയിക്കണം. Don't look to the world. Don't look to the people. Don't look to the hallelujah rabba shakalaba. Oh rico rabarasya. വ്യക്തികളിലേക്ക്, പ്രഭുക്കന്മാരിലേക്ക് നമ്മൾ നോക്കരുത്. hallelujah. നമുക്ക് ഓരോരുത്തർക്കും ദൈവമക്കളെ, വി വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് ഫ്യൂച്ചർ. ഹല്ലേലൂയ. നമ്മൾ ഓരോ നിമിഷവും വി ആർ ഗോയിങ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഹല്ലേലൂയ. വി ആർ ഗോട്ട് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. ദൈവമക്കൾക്കാണ് ഗ്രേറ്റ് ഫ്യൂച്ചർ ഉള്ളത്. ഹല്ലേലൂയ. താലബ ശകലബ റീതകറസികു റസിയാന്തരാരബ ശന്ദരബേ ഉദാലഗതിഗസ്യ റീമാരബ ശന്ദരബേ. And your hope shall not be cut off. We are called by God. We are predestined by God. We are prepared by the God for God's purpose. Hallelujah. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. Hallelujah. അതുകൊണ്ട് തന്നെ even in difficult times there is a guaranteed hope for the future. ഗ്യാരണ്ടി നമുക്കാണ് ദൈവമക്കളെ. യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കാണ് ഗ്യാരണ്ടി ഉള്ളത്. We have a great glorious future and we will never be disappointed. Hallelujah. ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് നമുക്ക് പോവാം. ഹബക്കൂക്ക്, let me take that verse. ഹബക്കൂക്ക് അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. Let me take that verse. Hallelujah. Ramara sendara rabe shakala baritiku rasikara rabe oreve sendara rabe shandara laba. ഹബക്കൂക്ക് 2:4. Hallelujah. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വിശ്വാസികൾ എങ്ങനെ ജീവിക്കണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്താൽ ജീവിക്കണം. എങ്ങനെയാണ്? എൻ്റെ കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് എന്നെ നടത്തും. വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലതും ഒരുക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഈ പ്രഭാതത്തിൽ? Hallelujah. And English verse it is like this: look at the proud, they trust in themselves and their lives are crooked, but the righteous will live by their faith. Hallelujah. നീതിമാൻ, നമ്മളെല്ലാം നീതിമാന്മാരാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും നമ്മൾ, we are the righteous people. When we put the complete, when we put our complete trust in Yeshua,
ദ ലോർഡ് വിൽ, എന്താ പറയുക, ദൈവം നമ്മളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. വി ഹാവ് ടു ജസ്റ്റ് ബിലീവ് ഹിസ് വേർഡ് ആൻഡ് ബിലീവ് ഹിസ് പ്രോമിസസ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി. നമുക്ക് സെഞ്ചുറിയൻ്റെ കാര്യം അറിയാമല്ലോ. മത്തായി സുവിശേഷത്തിൽ നമ്മുടെ 8-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അവിടെ ശതാധിപൻ പറയണ ഒരു കാര്യമുണ്ട് അല്ലേ. ഞാൻ വീട്ടിലേക്ക്, കർത്താവ് ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് വരട്ടെ. അപ്പം ശതാധിപൻ പറഞ്ഞു, കർത്താവെ അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ആ ശതാധിപൻ എങ്ങനെയാണ് ദൈവമക്കളെ? ആ ശതാധിപനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുക, വലിയൊരു അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ് അല്ലേ. അതവിടെ പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ്, എൻ്റെ കീഴിൽ അനവധി പടയാളികളുണ്ട്, എങ്കിലും ഞാൻ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചോ? So when we believe in God, hallelujah, എന്താണ് ശതാധിപൻ വിശ്വസിച്ചത്? കർത്താവ് എൻ്റെ ഭവനത്തിൽ വന്ന് കർത്താവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട് കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കുന്ന അതിനേക്കാളും കർത്താവ് അവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആ കുഞ്ഞിന് സൗഖ്യം വരും എന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ. കാലാബ ഷാകാലാബ റീകാലാബ സികോ റസിഹാലാബ. എങ്കിൽ അങ്ങൊരു കർത്താവേ, അങ്ങ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഓ റീകോ റസിയ. നമ്മളവിടെ വായിക്കുന്നത് ആ നിമിഷം തന്നെ ആ വാക്ക്, ആ വിശ്വാസത്തിൻ്റെ ആ വാക്ക് ശതാധിപൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ആ ബാല്യക്കാരൻ്റെ കുഞ്ഞിന് സൗഖ്യം പ്രാപിച്ചു ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വിശ്വാസത്തെയാണ് നോക്കണേ. ഹല്ലേലൂയ. ാലാബാഷാക്കാലബറത്തിക്കോറസിയ. 1000 തവണ യേശുവ യേശുവ, കർത്താവേ ദൈവമേ എന്ന് വിളിച്ചിട്ട് കർത്താവ് പറയണ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, എന്താ പറയുക, ഇസ്രയേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഓ റീകോ റസി ഖാലാബ. നമ്മുടെ സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക, എല്ലാവരും അങ്ങനെയാണ്. ഞാൻ വലിയ ശുശ്രൂഷകളിൽ പോലും കണ്ടിട്ടുണ്ട്. എല്ലാവരും, നമ്മളെല്ലാം മനുഷ്യനാണ്. വി ആർ നോട്ട് ഗോഡ്സ് അല്ലേ. നമ്മളൊരു സിറ്റുവേഷൻ്റെ നടുവിൽ, ഹല്ലേലൂയ, യു വിൽ ഗെറ്റ് പാനിക്. നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ശത്രു കൊണ്ടിടും. ഈ ഭയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വചനം ഓർമ്മിക്കാനോ വചനം പ്രൊക്ലെയിം ചെയ്യാനോ ഒന്നും നമ്മളെ കഴിയത്തില്ല. അതാണ് ഈ ഭയം ഉള്ളിൽ വരാതെ നമ്മൾ നോക്കണം. ഉള്ളിലെ ഭയത്തെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത് അല്ലേ. ഹല്ലേലൂയ. So one who trusts will not panic, will not flee in fear, but also will not be shaken. Hallelujah. Hallelujah. അപ്പം നമ്മുടെ ഉള്ളിൽ അവിടെ വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യണം. ഹല്ലേലൂയ. ഒരു വിഷയം വരുമ്പോൾ നമ്മളിലെല്ലാം, എന്നെ ഉൾപ്പെട്ട ഞാൻ ഈ പറയണേ പ്രഭാതത്തിൽ, ഫെയ്ത്ത് പ്രൊഡ്യൂസസ് സ്റ്റെബിലിറ്റി. നമ്മൾ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും. നമ്മൾ ഷെയ്ക്കാകത്തില്ല, നമ്മുടെ ഉള്ളിൽ ഭയം വരത്തില്ല. ഹല്ലേലൂയ. തലബ ഷകരബ റീതാക റസികോ റസിയ. ആ സ്റ്റെബിലിറ്റി വിൽ പ്രൊഡ്യൂസ് ഓണർ. ആ ഓണർ വിൽ പ്രൊഡ്യൂസ് ദ എന്താ പറയുക, ഡെസ്റ്റിനി ഫുൾഫിൽമെൻറ്റ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ പലർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര വിഷയത്തിൻ്റെ നടുവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനേക്കാൾ വലിയൊരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നത് അല്ലേ. അത് ശത്രുവിൻ്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹല്ലേലൂയ, വി ഷുഡ് ബി ഇൻ പീസ് ഓൾ ദ ടൈം. ഹല്ലേലൂയ. വി ഷുഡ് ഹാവ് ദ ഗോഡ്സ് പീസ് ഇൻ അസ് ഓൾവേസ്. ഹല്ലേലൂയ. താലാബ ഷാക്കാരാബ. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. പലപ്പോഴും ഞാൻ കർത്താവിനോട്, കർത്താവേ
ഇതിനേക്കാളൊരു സിറ്റുവേഷനിലൂടെ ആണല്ലോ ഞാൻ പോണേ. അപ്പം ഞാൻ എങ്ങനെയാണ് ആ വിഷയത്തിന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പക്ഷെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. അത് എന്നെ ഒരുപാട് അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ അതിനേക്കാളും വലിയൊരു വിഷയത്തിൻ്റെ നടുവിൽ ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ പുറത്ത് വരുമെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു വിഷയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വരുന്നത്. അതെല്ലാം പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് മക്കളെ. നമ്മൾ അപ്പോൾ തന്നെ കർത്താവിൽ നമ്മളങ്ങ് സമർപ്പിക്കണം. നമ്മുടെ ഈ മാനുഷിക ബുദ്ധി കൊണ്ട് നെവർ എവർ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മുടെ ഈ ബ്രെയിൻ ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. തെറ്റായ ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓൾവേസ് വി ഷുഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ അതുപോലെ ഹറിബറിയായിട്ട് ഒരു ഡിസിഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കരുത്. You should trust in God. You should wait for the Holy Spirit to get hallelujah correct decision from God. ആത്മാവ് നമ്മളെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കും. hallelujah. Because എന്തുകൊണ്ടാണ്? When we trust in the stone God has laid, that is a cornerstone. That stone will stand firm. We will not get panicked. We will not be നമ്മൾ പാനിക് ആകത്തില്ല. We will not be disgraced. Hallelujah. ആ വിഷയം നമുക്ക് ഒരു വലിയ ടെസ്റ്റിമണിയായി തീരും. Hallelujah. Talabashaka, Hebrew word aman, faith that stands firm. Yahish, that means that panic that leads to shame. Hallelujah. അത് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ആ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരും. ആ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയെ പിന്നെ നമ്മളത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പറയുവാൻ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അതൊരു വലിയ ടെസ്റ്റിമണിയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് എത്ര നിന്നയിലൂടെ കടന്നുപോയി മക്കളെ. He was 100% God and 100% man. He went through a lot of struggles, lot of sufferings. He was mocked, he was stripped, and he was shamed on the cross. എല്ലാ wheelum, in all extent, he was shamed on the cross. Hallelujah. യേശു കർത്താവിനെ സകലത്തിന്മേലെ സ്വർഗത്തിലെ പിതാവ് ഉയർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എത്ര ഷേമിലൂടെ കടന്നു ഒരാളാണ്, എത്ര നിന്നയിലൂടെ, എത്ര അപമാനത്തിലൂടെ, വിത്തൗട്ട് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ. എവ്രിവെയർ ഐ വിൽ ബി സൈലൻറ്റ്. മക്കളെ, എപ്പോഴും നിങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബിക്കോസ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ലീഡ് ചെയ്യുന്ന സ്വർഗത്തിലെ കർത്താവാണ്, വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. സോ വാട്ട് എവർ വി ആർ ഗോയിങ് ത്രൂ, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ ആ ട്രയൽസിലൂടെ നമ്മൾ കടന്നു പോകുന്ന കർത്താവിന് ചിലത് നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു മെച്യൂരിറ്റി വരുത്താനായിരിക്കും. ഹല്ലേലൂയ. നമ്മളെ വളർത്താനായിരിക്കും. ഹല്ലേലൂയ. താലാബ ഷകലബ, നമ്മളെ ശുദ്ധീകരിക്കാനായിരിക്കും. ഉദാലാരബ ഷകരബ, നമ്മളെ പ്യൂരിഫൈ ചെയ്യാനായിരിക്കും. ഉദാല ഷകലബ റീതകരസ്യ, കുറെ കൂടെ നമ്മളെ മൂർച്ചയുള്ളവളാക്കി തീർക്കാനായിരിക്കും. ആ താലാരലബ ഷേക്കോ റസിഖലബ. നമ്മളെ മഹാലലി ആ വിഷയത്തിലൂടെ അനേകരെ ആ ഒരു സിറ്റുവേഷൻസിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു വലിയ ടെസ്റ്റിമണി ആക്കി തീർക്കാനായിരിക്കും. So today's word says us, hallelujah, trust in the Lord. Hallelujah. Trust in Jesus. Those who believes in Yeshua will never be put to shame. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല. ഹാലലൂയ. ഈ പ്രഭാതി പറഞ്ഞേ, കർത്താവേ, ഞാൻ ആരുടെ മുന്നിൽ ഞാൻ ലജ്ജിച്ച് പോകത്തില്ല. ഹാലൽ, because you are inside me. Hope of the glory is inside me. ഈ വർഷങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഫ്രം ടുമോറോ ഓൺവേഴ്സ്, ദാറ്റ് ഈസ് 6 January 2026 ഓൺവേഴ്സ്, നമ്മുടെ തേഴ്സ്ഡേ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഫ്രം 8 PM, ഞാനൊരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്? ഹല്ലേലൂയ.
എന്ന് വെച്ചാൽ ഞാൻ വലിയ എന്താ പറയുക ഒരു BTHO MTHO എടുത്ത ഒരാളല്ല. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് അനേകരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് വർഷം ചർച്ചിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പോലും സുവിശേഷം പറയാൻ അറിയത്തില്ല. സോ ഐ തോട്ട് സുവിശേഷം പറയാൻ നമുക്കൊരു ക്ലാസ് ആവശ്യമാണ്. ബേസിക് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ കഴിയുന്നത്. അപ്പം ഹാലേലൂയ, ഐ തോട്ട് ഐ മേക്ക് എ ക്ലാസ് ഓൺ സാൽവേഷൻ. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ആർക്ക് വേണമെങ്കിലും ഈ ബൈബിൾ ക്ലാസ് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സസ് ഒരിക്കലും ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ആയിരിക്കത്തില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ, കർത്താവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം, എൻ്റെ ഫാമിലിയിലുള്ള അനേക രക്ഷയിലേക്ക് വരാനുണ്ട്, എൻ്റെ ചാർച്ചക്കാരുണ്ട്, എൻ്റെ ദേശക്കാരുണ്ട്, അവരോട് എനിക്ക് കർത്താവിനെക്കുറിച്ച് പറയണം എന്ന് എരിവുള്ളവർ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരട്ടെ. ആൻഡ് നോട്ട് പാസ്റ്റേഴ്സ് ഇതിനകത്ത്, കാരണം അവരൊക്കെ MTH BTH ഒക്കെ പഠിച്ച് അവർക്കൊക്കെ എല്ലാം അറിയാം. ഹല്ലേലൂയ. സാധാരണക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ വിശ്വാസികൾ. ഹല്ലേലൂയ. അവരൊക്കെ ഒന്ന് വളർന്നു വരട്ടെ, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഐ തോട്ട് 2026 ലെറ്റ് മീ സ്റ്റാർട്ട് ദിസ് ബൈബിൾ ക്ലാസ് സാൽവേഷൻ. പിന്നെ അങ്ങോട്ടേക്ക് ഹിബ്രു ആധാരമാക്കിയിട്ടുള്ള ബൈബിള് പഠിക്കുന്ന ഒരു ക്ലാസ്സും വരും ദിവസങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവറിത്തിങ് ഐ വിൽ ഷെയർ ടു യു. ആദ്യം ഈ ക്ലാസ്സസ് കഴിയട്ടെ. നമുക്ക് ആദ്യം ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കണേ, നമ്മൾ ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയാതെ നമ്മുടെ വീട്ടുകാരെങ്ങനെ അറിയുന്നത് ദൈവമക്കളെ? നമ്മളോടൊരു വ്യക്തി സുവിശേഷം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ രക്ഷയിലേക്ക് വരുവാനിടയായത്. അതുപോലെ എത്രയോ പേർ എന്താ പറയുക, ഇരുട്ടി ഡാർക്ക് പവേഴ്സിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞരങ്ങുവാണ് അവരുടെയൊക്കെ ലൈഫ്. അവരെയൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ. അവരെയൊക്കെ നമുക്ക് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ അവൈലബിലിറ്റി കർത്താവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ച് കൊടുത്താൽ മതി. ഹല്ലേലൂയ. ആ മീറ്റിങ്ങിൽ കടന്നു വരുന്ന എല്ലാവർക്കും ഹല്ലേലൂയ, ഐ ആം വെരി ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ് ഇവാഞ്ചലിസം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ, എസ്പെഷ്യലി സിക്ക് പീപ്പിൾ, യു ക്യാൻ കോൾ മീ അറ്റ് മൈ നമ്പർ 8138881577. ആർക്ക് വേണമെങ്കിൽ നിങ്ങളെപ്പോഴും വിളിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഐ വിൽ കോൾ യു. ഞാൻ മെസ്സേജ് റിപ്ലൈ അപ്പോൾ തന്നില്ലെങ്കിലും ഐ വിൽ കോൾ യു ബാക്ക് ആൻഡ് വിൽ പ്രേ ഫോർ യു. യു ക്യാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പ്ലീസ് ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ ഇടുക. പിന്നെ ഈ ബൈബിൾ ക്ലാസ് എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ക്ലാസ് നാളെ തുടങ്ങുകയാണ്, രാത്രി 8 മണിക്കാണ്. കഴിയുന്നതും എല്ലാവരും കടന്നു വരിക. ആരെയും ഞാൻ നിർബന്ധിക്കത്തില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവിന് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ മാറ്റി വെക്കണം. അല്ല ഞാൻ എന്നും കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് അടുക്കളയിൽ കിടന്ന് എല്ലാ കാര്യവും നോക്കി ഇങ്ങനെ ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ കയറാം എന്നുള്ളവർക്ക് ഐ ആം വെരി സോറി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക ദൈവമക്കളെ. എനിക്കും ഫാമിലിയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതിനോട് ചേർന്നാണ് ഞാനും കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് വി ഷുഡ് ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ജീസസ് ടോൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പിന്നെ കർത്താവ് പറഞ്ഞു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ പ്രകാശിച്ചില്ല എങ്കിൽ അനേകം ഇരുട്ടിക്കിടക്കുന്നവർ എങ്ങനെ പ്രകാശത്തിലേക്ക് വരും? നമ്മളോടാണ് കണക്ക് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളാരും വിചാരിക്കരുത് നമ്മൾ ഈ ഭൂമിയിലുള്ള നന്മകൾ പ്രാപിച്ച് നിത്യതയിൽ സന്തോഷത്തോടെ പോകാമെന്ന്. കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു, ജീവൻ തന്നു. കർത്താവിന് വേണ്ടി ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുക്കേണ്ടി വരും. So I welcome all to this Bible meeting, Bible classes on 6th January 2026, that is tomorrow from 8 o'clock. ലിങ്ക് വിൽ ബി ദ സെയിം. എന്നാലും ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇടാം, സ്റ്റാറ്റസിൽ ഞാൻ ഇടാം. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പാസ്റ്റേഴ്സ് മാത്രം വരരുതേ. കാരണം അവർ ഇതിനകത്ത് കയറിയാൽ പിന്നെ എനിക്കറിയത്തില്ല, പിന്നെ നമ്മളൊരു ഡിസ്പ്യൂട്ടിലൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് പാസ്റ്റേഴ്സ് ഒന്നും വേണ്ട, സാധാരണ വിശ്വാസി ബിലീവേഴ്സ് എല്ലാം ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നാട്ടെ. സോ മേ ഗോഡ് ബ്ലെസ് യു ആൾ. സോ വിൽ സീ യു ടുമോറോ വിത്ത് അനദർ word from God. May God bless you all.
Bye bye. Please do like, comment, share, and subscribe this channel and share these videos to your friends also. Bye bye. May God bless you.